السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഖുർആൻ ഓൺലൈൻ കോഴ്സ് പഠിതാക്കളെ, ജാമിഅ നൂരിയ അറബിയയുടെ കീഴിൽ നടന്നു വരുന്ന ഓൺലൈൻ ഖുർആൻ പഠന കോഴ്സിൻ്റെ തുടർച്ചയിലാണ് നാം ഉള്ളത്. അൽ ബഖറ സൂറയുടെ ഏതാനും ഭാഗങ്ങൾ നാം സംക്ഷിപ്തമായി മനസ്സിലാക്കി. അൽ ബഖറയുടെ പ്രധാന ഒരു ഭാഗം തന്നെ ചരിത്രമാണ്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആരംഭമായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മലായിക്കത്തിനോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും ഇബ്ലീസ് ലഅനഹുല്ലാഹ് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അത് കാരണം മനുഷ്യ സമൂഹത്തിൻ്റെയും ജിന്ന് സമൂഹത്തിൻ്റെയും വിശ്വാസികളുടെ ശത്രുവായി അന്ത്യനാൾ വരെ ഇബ്ലീസ് മാറുകയും തുടർന്ന് സത്യം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സുഖ സൗകര്യങ്ങളും സ്വർഗീയ അനുഭൂതികളും നരകവാസികൾക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ച ശിക്ഷകളും അള്ളാഹു തആല വിശദീകരിച്ചതിൻ്റെ ശേഷം ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രങ്ങളിലേക്ക് ഈ സൂറത്തിൽ അള്ളാഹു പ്രവേശിക്കുകയാണ്. ഏകദേശം ഒരു ജുസ്ഓളം ഈ സൂറത്തിൽ ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രമാണ് അള്ളാഹു തആല പറയുന്നത്. 100-ലധികം ആയത്തുകൾ, 40-ാമത്തെ ആയത്ത് മുതൽ 142-ാമത്തെ ആയത്ത് വരെ ബനൂ ഇസ്രായേൽക്കാർക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളും ആ നിഅമത്തുകളോട് അവർ ചെയ്ത നന്ദികേടും അതിൻ്റെ തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ബനൂ ഇസ്രായേൽക്കാർ അവർ ചെയ്ത നന്ദികേടുകളും അല്ലാഹു തആല വളരെ വിശദമായി ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഖുർആനിൽ ഈ ഒരു സൂറത്തിൽ മാത്രമല്ല, ഖുർആനിൻ്റെ വലിയ ഒരു ഭാഗം തന്നെ ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിന് വേണ്ടി അല്ലാഹു തആല നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ആദുകാരുടെയും സമൂദുകാരുടെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിൻ്റെയും എല്ലാം ചരിത്രം അല്ലാഹു തആല ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളേറെ പ്രാധാന്യത്തോടുകൂടെ ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രമാണ് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുള്ളത്. മക്കിയായ സൂറത്തുകളിൽ, ഹിജറക്ക് മുമ്പിറങ്ങിയ സൂറത്തുകളിൽ അധികവും ആദുകാരുടെയും സമൂദുകാരുടെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കാലത്തുള്ള ശത്രുക്കളുടെയും മറ്റൊക്കെ ചരിത്രമാണ് അള്ളാഹു വിശദീകരിക്കുന്നതെങ്കിൽ, മദനിയായ സൂറത്തിൽ അധികവും അള്ളാഹു തആല വിശദീകരിക്കുന്ന ചരിത്രം ബനൂ ഇസ്രായേൽക്കാരുടേതാണ്. അതിന് കാരണമുണ്ട്. മക്കയിൽ ജൂതർ ഇല്ലായിരുന്നു. മദീനയിൽ താമസക്കാരിൽ വലിയൊരു വിഭാഗം ജൂതരായിരുന്നു. 3 ജൂത ഗോത്രങ്ങൾ
മദീനയിൽ ജീവിച്ചിരുന്നു. ബനു ഖുറൈള, ബനു നളീർ, ബനു ഖൈനുഖാ, ഇങ്ങനെ 3 ഗോത്രക്കാർ ജൂത സമൂഹത്തിൽ മദീനയിൽ ജീവിച്ചവർ ഉണ്ടായിരുന്നു. മദീന നിവാസികളായ മുസ്ലിമുകൾ, ബിംബാരാധകർ, ഇവരെല്ലാം ഇടകലർന്ന് ജീവിച്ച് ഒന്നിച്ച് ഒരു സമൂഹമായി ജീവിച്ചവരായിരുന്നു ജൂതരും അവിടെയുള്ള അവിശ്വാസികളായ ബഹുദൈവ വിശ്വാസികളായ ആളുകളും, പിന്നീട് ഇസ്ലാം അവരിലേക്ക് കടന്നു വരുമ്പോൾ മുസ്ലിങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ബനു ഇസ്രായേൽക്കാരായ ജൂത സമൂഹത്തോടുള്ള ദഅവത്തിന്റെ ഭാഗമായാണ് മദനിയായ സൂറത്തിൽ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം അല്ലാഹു തആല വിശദീകരിക്കുന്നത്. ആ ചരിത്രത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാനും ആ ചരിത്രം ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ അവരെ പ്രേരിപ്പിക്കുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൂറകളിൽ, ഒരുപാട് സൂറത്തുകളിൽ ഈ ചരിത്രം വിശദീകരിക്കുന്നത്. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകരുടെ ചരിത്രങ്ങൾ, ആ പ്രവാചകരോട് അവരുടെ സമൂഹം പെരുമാറിയ രീതി, സത്യം നിഷേധിച്ചതിൻ്റെ, പ്രവാചകന്മാരെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ഈ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ച സംഭവങ്ങൾ, ഇതൊക്കെ അല്ലാഹു തആല വളരെ വിശദമായി ഖുർആനിൽ പല പല ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇങ്ങനെ ചരിത്രം ഖുർആനിൽ വർദ്ധിക്കുവാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ദീൻ എല്ലാ കാലത്തും ഒന്നാണ് എന്ന് അറിയിക്കലാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും ഇവിടെ ദഅവത്ത് ചെയ്തിരുന്നത് ഒരേ ആശയമായിരുന്നു. കർമ്മ കാര്യങ്ങളിൽ മാത്രമാണ് അവർ വ്യത്യാസമുണ്ടായിരുന്നത്. അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ എല്ലാ അമ്പിയാക്കളുടെയും ദഅവത്ത് ഒരേ രൂപത്തിലായിരുന്നു, ഒരേ കാര്യമായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കൽ ഇതിൻ്റെ ലക്ഷ്യമാണ്. ഓരോ അമ്പിയാക്കളും പറഞ്ഞ ചരിത്രം ഖുർആനിൽ കാണാം. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എൻ്റെ സമുദായമേ, നിങ്ങൾ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ഇത് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നു, സ്വാലിഹ് നബി അലൈഹി സ്വലാം പറയുന്നു, ഹൂദ് നബി അലൈഹി സ്വലാം പറയുന്നു, ശുഐബ് നബി അലൈഹി സ്വലാം പറയുന്നു. മുമ്പ് കഴിഞ്ഞു പോയ ഓരോ അമ്പിയാക്കളും ഇത് ആവർത്തിക്കുന്നു. ഇതേ വാചകം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക നിവാസികളോടും മദീന നിവാസികളോടും പറയുന്നത്. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അപ്പോൾ എല്ലാ അമ്പിയാക്കളും ദഅവത്ത് ചെയ്തത് ഒരേ കാര്യമാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ പ്രവാചകരാണ്, അള്ളാഹു നിയോഗിച്ച പ്രവാചകരാണ്, അന്ത്യപ്രവാചകരാണ്. തങ്ങളുടെ ദഅവത്ത് ഒരു പുതിയ സംഗതിയല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ ഉൽപ്പത്തി മുതൽ, സൃഷ്ടിപ്പ് മുതൽ തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകരുടെ അതേ ശ്രേണിയിൽപ്പെട്ട, അതേ ഗണത്തിൽപ്പെട്ട പ്രവാചകരാകുന്നു ഈ പ്രവാചകരും എന്ന് സമൂഹത്തെ പഠിപ്പിക്കൽ, നമ്മെ പഠിപ്പിക്കൽ, അത് ഇത്തരം ചരിത്ര സംഭവങ്ങൾ ധാരാളമായ ഖുർആനിൽ പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. മറ്റൊന്ന്, പ്രവാചകരുടെ ദഅവത്ത് വരുമ്പോൾ ധിക്കാരികളായ സമൂഹം എല്ലാ കാലഘട്ടങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അന്തിമ വിജയം ആ പ്രവാചകർക്കും സത്യപ്രബോധനത്തിനുമായിരുന്നു എന്ന് സമൂഹത്തെ പഠിപ്പിക്കലാണ്. ഏതൊരു പ്രവാചകർ വരുമ്പോഴും ആ കാലത്തുള്ള സാധാരണക്കാരായ ആളുകൾ ഈ പ്രവാചകരെ പിൻപറ്റുമ്പോൾ ആ പ്രദേശത്തുള്ള ധനികന്മാരും സ്ഥാനമോഹികളും
തലവന്മാരും സമൂഹത്തിൽ ഉന്നതരാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരൊക്കെ ഈ ദഅവത്തിൽ നിന്ന് മാറി നിൽക്കലാണ് ഉണ്ടായിട്ടുള്ളത്. ഹിറഖൽ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മുഹദ്ദിസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ സുഫിയാനോടാണ് ചോദിക്കുന്നത്. അബൂ സുഫിയാൻ വിശ്വസിക്കുന്നതിൻ്റെ മുമ്പായിരുന്നു ഈ സംഭവം. അബൂ സുഫിയാനെ വിളിച്ചു വരുത്തി, അബൂ സുഫിയാന്റെ കൂടെയുള്ള കച്ചവട സംഘത്തെയും വിളിച്ചു വരുത്തി ഹിറഖൽ ചക്രവർത്തി പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ അഷ്റാഫുന്നാസി യത്തബിഊനഹു അം ളുഅഫാഉഹും, നിങ്ങൾ പറയുന്ന ഈ ഒരു പ്രവാചകരോട് പിൻപറ്റുന്നത് സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുള്ള പ്രമാണിമാരാണോ അതല്ല ദുർബല ജനവിഭാഗങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു ബൽ ളുഅഫാഉഹും, പ്രവാചകരെ പിൻപറ്റുന്നത് സമൂഹത്തിലെ ദുർബലരാണ്, സ്ഥാനമാനങ്ങളുള്ളവരും ധനമുള്ളവരും അവർ കൂടുതലായി പിൻപറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിറഖൽ ചക്രവർത്തി പറഞ്ഞു ഇപ്രകാരം തന്നെയാണ് ഈ അമ്പിയാക്കളോട് മുഴുവനും പിൻപറ്റുന്നത് സാധാരണക്കാരാണ്. കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ സാധാരണക്കാരെ മുതലെടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ധനികന്മാരും സ്ഥാനമോഹികളും അഹങ്കാരികളുമായ പ്രമാണിമാർ. അപ്പോൾ അവർ വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങനെ ഓരോ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാന വിജയം സത്യപ്രബോധനത്തിനും സത്യപ്രവാചകർക്കുമാണ് എന്ന് ഈ ഓരോ ചരിത്ര സംഭവങ്ങളിലൂടെയും അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതും ചരിത്രങ്ങൾ ആവർത്തിച്ച് ഖുർആനിൽ പറയപ്പെടാനുള്ള കാരണമാണ്. മറ്റൊന്ന്, എല്ലാ അഹങ്കാരികൾക്കും ഒരു പാഠം. നിങ്ങൾ എത്ര തന്നെ ശക്തരാണെങ്കിലും എത്ര തന്നെ ധനികരാണെങ്കിലും എത്ര തന്നെ സംഘടിത ശേഷിയുണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാ അഹങ്കാരികളെയും പഠിപ്പിക്കൽ ഇതിൻ്റെ മുഖ്യമായ മറ്റൊരു ലക്ഷ്യമാണ്. നാലാമത്തെ ലക്ഷ്യമാണ് അള്ളാഹുവിൻ്റെ നിഅമത്ത് ഓരോ സമൂഹങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും കഴിഞ്ഞു പോയ പ്രവാചകർക്കും ആ പ്രവാചകരുടെ അനുയായികൾക്കും അള്ളാഹുവിൻ്റെ നിഅമത്ത് എത്രമാത്രമാണ് അല്ലാഹു തആല വാരിക്കോരി കൊടുത്തിട്ടുള്ളത് എന്ന് മുഅ്മിനീങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം, അവർ ശുക്റുള്ളവരായിരിക്കണം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽ അന്ത്യപ്രവാചകരുടെ കാലം വരെ കഴിഞ്ഞു പോയ ഓരോ അമ്പിയാക്കളുടെയും ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, ഖുർആൻ വിശദീകരിക്കുമ്പോൾ ആ നബിക്കും ആ നബിയുടെ അനുയായികൾക്കും അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത അത്രയും വലിയ നിഅമത്തുകളായിരുന്നു. പ്രത്യേകിച്ച് ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു നൽകിയ നിഅമത്ത്. അപ്പോൾ അതിനുള്ള നന്ദി നിങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിക്കലും കൂടി ഈ ചരിത്രം വിശദീകരിക്കുന്നതിൻ്റെ ലക്ഷ്യമാണ്. മറ്റൊന്ന്, അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്. ഈ അധിക അമ്പിയാക്കളുടെയും ചരിത്രം വിശദീകരിക്കുമ്പോൾ ആ ചരിത്രത്തിലൊക്കെ അസാധാരണ സംഭവങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പാറയിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കലാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വടിയിട്ട് പാമ്പാകുന്നത് അടക്കമുള്ള വലിയ വലിയ സംഭവങ്ങളാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കലാണ്. ഇത്തരം വലിയ അത്യത്ഭുതകരമായ സംഭവങ്ങൾ, അസാധാരണ സംഭവങ്ങൾ അല്ലാഹു തആല അമ്പിയാക്കളിലൂടെ ഉണ്ടാക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവ് എത്രമാത്രമുണ്ട് എന്ന് ശത്രുക്കളെയും മുഅ്മിനുകളെയും ഒരുപോലെ ബോധ്യപ്പെടുത്തൽ
ഇതും ഈ ചരിത്ര വിശദീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുക. ഓരോ ചരിത്രം പറയുമ്പോഴും വകദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ സബഖ എന്ന് ഖുർആനിൽ അല്ലാഹു തആല ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. മാ നുസബ്ബിതു ബിഹി ഫുആദക നബിയെ, താങ്കളുടെ ഹൃദയം ഈ പ്രബോധന വഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ചരിത്ര സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകരെല്ലാം താങ്കൾ അനുഭവിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായ പീഡനങ്ങളും പരിഹാസങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഈ ദഅവത്തിന്റെ മാർഗത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ നബിയെ താങ്കൾ ക്ഷമിക്കുക. ഇങ്ങനെ ഈ അർത്ഥത്തിലുള്ള ആയാത്തുകൾ ധാരാളം ഖുർആനിലുണ്ട്. അപ്പം മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളൊക്കെ ഇതിലും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. അവർ ദീനിന്റെ മാർഗത്തിൽ ക്ഷമയോടുകൂടെ മുന്നേറി. അതുപോലെ ഈ ആളുകൾ താങ്കളെ ധിക്കരിക്കുമ്പോൾ, എതിർക്കുമ്പോൾ, ആക്രമിക്കുമ്പോൾ താങ്കൾ ക്ഷമ കൈക്കൊള്ളുക. അപ്പം ഈ ഒരു സമാശ്വാസം നൽകുക എന്നതും ഈ ചരിത്ര സംഭവങ്ങൾ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതല്ലാതെ മറ്റു പല ഫായിദകളും മറ്റു പല ഗുണപാഠങ്ങളും ഇങ്ങനെ ചരിത്രം ആവർത്തിക്കുന്നതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സത്യ ഗ്രന്ഥമാണ് എന്നറിയിക്കുന്നുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ ഗ്രന്ഥങ്ങൾ തൗറാത്തും ഇഞ്ചീലും സബൂറും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെ സംബന്ധിച്ച്, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച്, കപ്പൽ നിർമ്മാണത്തെ സംബന്ധിച്ച്, വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ചൊക്കെ ഖുർആനിൽ ഉള്ളതുപോലെ ചരിത്രങ്ങൾ തൗറാത്തിലും ഇഞ്ചീലിലും മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. ആ വേദഗ്രന്ഥങ്ങൾ എപ്രകാരമാണോ ഈ ചരിത്ര സംഭവങ്ങൾ പറയുന്നത്, അതേ രൂപത്തിൽ ഒരു തെറ്റും കൂടാതെ ഒരു വേദഗ്രന്ഥവും പഠിക്കുവാനോ കാണുവാനോ സാധിക്കാത്ത ഈ പ്രവാചകർ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗറാത്തോ ഇഞ്ചീലോ പഠിച്ചിട്ടില്ല, എഴുത്തും വായനയും അറിയുകയില്ല. ഇതൊന്നുമില്ലാത്ത പ്രവാചകർ കൊണ്ടുവരുന്ന ഈ ഗ്രന്ഥത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ വേദക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ അതേ രൂപത്തിൽ വരികയാണ്. അപ്പോൾ ഈ ഖുർആൻ മറ്റു വേദഗ്രന്ഥങ്ങൾ പോലെ തന്നെ സത്യമാണ്, മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെ സത്യമാക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാകുന്നു എന്ന് മനസ്സിലാക്കി തരലും ഇതിൻ്റെ ഉദ്ദേശ്യമാണ്. ഇങ്ങനെ ഒരുപാട് ഉദ്ദേശ്യങ്ങൾ ഈ ചരിത്രം ആവർത്തിക്കുന്നതിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വലിയ ഒരു ഭാഗം ചരിത്രത്തിന് വേണ്ടി അല്ലാഹു തആല നീക്കിവെച്ചത്. അത് ദഅവത്തിന്റെ പ്രധാന ഒരു വഴിയായി അല്ലാഹു തആല സ്വീകരിച്ചത് ഇക്കാരണത്താലാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ് ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രം. മാത്രമല്ല മക്കക്കാരോട് പലപ്പോഴും അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് എപ്രകാരമാണ് അള്ളാഹു ശിക്ഷ നൽകിയത് എന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക എന്ന് പല ആയത്തുകളിലും കാണാം. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾ അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷ എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക. അപ്പം ഇത് ദഅവത്തിന്റെ ഒരു മാർഗമാണ്. ചരിത്ര സംഭവങ്ങൾ ധാരാളമായി പറയുന്നതിലൂടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രബോധനത്തിൻ്റെ ദഅവത്തിൻ്റെ ഒരു വലിയ വഴിയായി അല്ലാഹു തആല ഇത് സ്വീകരിച്ചത്. ഇത് ഖുർആനിൽ മാത്രമല്ല, ഹദീസിൽ കാണാം, മഹാന്മാരുടെ വചനങ്ങളിൽ കാണാം. ഇന്നും ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രധാന ഒരു വഴി, ഒരു മാർഗം മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കലാണ്.
ആ വഴിയിലാണ് ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രം അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നത്. ഈ ചരിത്രത്തിന് വേണ്ടി ധാരാളം ആയത്തുകൾ അല്ലാഹു തആല നീക്കിവെക്കുന്നത്. 100-ലധികം ആയത്തുകൾ ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിന് വേണ്ടി അൽ-ബഖറ സൂറയിൽ മാത്രം അല്ലാഹു തആല നീക്കിവെച്ചത് അതിനു വേണ്ടിയാണ്. മദീനയിലുണ്ടായിരുന്ന ജൂതർക്ക് കാര്യമായ പ്രശ്നം അസൂയയായിരുന്നു. സത്യം മനസ്സിലാക്കിയതിൻ്റെ ശേഷവും അംഗീകരിക്കാൻ വൈമനസ്യം കാണിച്ചവരായിരുന്നു ജൂതർ. അതുകൊണ്ടാണ് അവർക്ക് ഗളബുണ്ടായത്. ഗൈറുൽ മഗ്ലൂബി അലൈഹിം എന്ന് ഫാത്തിഹ സൂറത്തിൽ നാം പഠിച്ചു. അതിൻ്റെ പ്രധാന ഉദ്ദേശ്യക്കാർ ജൂതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ നബിയാണ് എന്നവർക്ക് അറിയാമായിരുന്നു. പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ ഗ്രന്ഥമാണ് എന്നവർക്ക് അറിയാമായിരുന്നു. പ്രവാചകരെ സംബന്ധിച്ചുള്ള ഗുണവിശേഷങ്ങൾ തൗറാത്തിലുണ്ട്, അതവർക്ക് അറിയാമായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരോട് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ മുൻഗാമികൾക്ക് അള്ളാഹു ചെയ്ത ഈ നിഅമത്തുകൾ, നിങ്ങളെ മുൻഗാമികൾ വളരെ മോശമായ തെറ്റ് ചെയ്തപ്പോൾ അവരോട് വളരെ ദയാവായ്പോടുകൂടെ പെരുമാറിയ അള്ളാഹു, ആ അള്ളാഹു അയച്ച പ്രവാചകർ, നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലൂടെയും മുൻകഴിഞ്ഞു പോയ പ്രവാചകരുടെ നാവിലൂടെയും സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഖുർആൻ, പ്രവാചകർ, സത്യദീൻ, ദഅവത്ത്, അത് നിങ്ങൾ അംഗീകരിക്കണം, അത് നിങ്ങൾ സ്വീകരിക്കണം. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ ഈ സംഭവങ്ങൾ, ബനൂ ഇസ്രായേൽക്കാരുടെ സംഭവങ്ങൾ ധാരാളമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവരെ ഓർമ്മിപ്പിക്കുന്നത്, അവരെ ബോധിപ്പിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന പ്രശ്നം, അവരുടെ വിശ്വാസം സത്യപ്രവാചകർ ജൂത സമൂഹത്തിൽ മാത്രമേ വരൂ എന്നായിരുന്നു. അതിന് കാരണമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 പുത്രന്മാർ, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. അതിൽ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാമമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്നതിന് ഒന്നിലധികം അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും പറഞ്ഞ അർത്ഥം അബ്ദുള്ള എന്നാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ അടിമ എന്ന അർത്ഥത്തിനും ഈൽ എന്ന് പറയുന്നത് അള്ളാഹു എന്ന അർത്ഥത്തിനുമാണ്. അവരുടെ ഭാഷയിൽ, അവരുടെ ഹിബ്രു ഭാഷയിൽ ഈൽ എന്ന് ഇലാഹ്, ദൈവം, അള്ളാഹു എന്നൊക്കെയുള്ള അർത്ഥത്തിന് അവർ ഉപയോഗിച്ചതാണ്. ഈലിയ എന്ന് അള്ളാഹുവിൻ്റെ ഭവനം, ബൈത്തുൽ മുഖദ്ദസ് എന്നതിന് അവർ ഈലിയ എന്ന് പറയുമായിരുന്നു. ആ ഈൽ ചേർത്താണ് പല നാമങ്ങളും, മലായിക്കത്തിൻ്റെ നാമങ്ങൾ, ജബ്രായീൽ, അതുപോലെ ഇസ്രാഫീൽ, അസ്രായീൽ, ഇങ്ങനെയുള്ള മലായിക്കത്തിൻ്റെ നാമങ്ങളും പലതും ഈൽ ചേർത്ത് വന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പര 12 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഈ 12 ആൺകുട്ടികളിലൂടെയും സന്താന പരമ്പരയുണ്ടായി. ഈ സന്താന പരമ്പരയാണ് ജൂതമതത്തിലെ 12 ഗോത്രങ്ങൾ. ഇവരിലാണ് പ്രവാചകർ ഉണ്ടായത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവാചകരായിരുന്നു, നമുക്കറിയാം. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം പ്രവാചകരായിരുന്നു, നമുക്കറിയാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പ്രവാചകരായിരുന്നു. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പ്രവാചകരായിരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രവാചകരായിരുന്നു. പിന്നീട് ഈ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രന്മാരും പരമ്പരയും, പുത്രപരമ്പരയാണ്. ഈ പരമ്പരയാണ് ബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്ന് ഖുർആനിൽ എല്ലാ സമയത്തും പറയുന്നത്. യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽക്കാരെ, ഇസ്രായേൽ സന്തതികളെ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളെ, പേരമക്കളെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരകളെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സന്താന പരമ്പരകളിലാണ് നുബുവത്ത് നിലനിന്നിരുന്നത്.
പിന്നീട് ലോകത്ത് വന്ന അമ്പിയാക്കൾ മൂസാ നബി അലൈഹി സ്വലാം അടക്കമുള്ള അമ്പിയാക്കളെല്ലാം വന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലാണ്, അതായത് ബനു ഇസ്രായേലിലാണ്. യഹ്യ നബി അലൈഹി സ്വലാമുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമുണ്ട്, ധാരാളം അമ്പിയാക്കളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ഹൂദ് നബി അലൈഹി സ്വലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഷീസ് നബി അലൈഹി സ്വലാം, ആദം നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം തുടങ്ങിയ അമ്പിയാക്കൾ അവരെ ബനു ഇസ്രായേൽ എന്ന് ഇസ്രായേൽക്കാർ എന്നൊന്നും പറയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചും ബനു ഇസ്രായേൽ എന്ന് പറയില്ല. ഇസ്ഹാഖ് നബിയെ സംബന്ധിച്ചോ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചോ ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പര, ഈ പരമ്പരയിലാണ് അമ്പിയാക്കൾ മുഴുവനും വന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പര, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പര. യാക്കൂബ് നബിയുടെ പിതാവാണല്ലോ ഇസ്ഹാഖ് നബി. ഈ ഇസ്ഹാഖ് നബിയുടെ സഹോദരനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകരും വന്നില്ല. അതുകൊണ്ട് ജൂതർ വിശ്വസിച്ചു നബി ആവണമെങ്കിൽ ഇസ്രായേലി പരമ്പരയിൽ വരണം. ഇസ്രായേൽ പരമ്പരയിൽ വരാത്ത ഒരാൾ പ്രവാചകൻ ഉണ്ടാവുകയില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം അവർ താവഴിയായി വെച്ചു പുലർത്തിയ വിശ്വാസമായിരുന്നു. അപ്പൊ അന്ത്യപ്രവാചകർ എന്നൊരു പ്രവാചകർ ഉണ്ടാകുമെന്നും ആ പ്രവാചകരുടെ നേതൃത്വത്തിൽ ഇസ്ലാം ലോകത്ത് വ്യാപിക്കുമെന്നും മറ്റെല്ലാ മതങ്ങളെയും ഇസ്ലാം ഓവർടേക്ക് ചെയ്ത് അതിനേക്കാളെല്ലാം വലിയ സ്വാധീന ശക്തിയായി ഇസ്ലാം ലോകത്ത് വ്യാപിക്കും എന്നൊക്കെ തൗറാത്തിലുണ്ടായിരുന്നുവെങ്കിലും അവർ വിചാരിച്ചത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നബി അവരുടെ കൂട്ടത്തിൽ നിന്ന് ജൂത സമൂഹത്തിൽ നിന്ന് വരും എന്നായിരുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് നബി ഉണ്ടാകുമെന്നവർ വിശ്വസിച്ചില്ല. അറബികളിൽ നിന്ന് നബി ഉണ്ടാകുമെന്നവർ വിശ്വസിച്ചില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് ലഭിച്ച് നബിയാവുന്നത്. നബി തങ്ങൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് ആ പരമ്പരയിൽ വരുന്ന ഏക നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സഹാബാക്കളോട് കൂടെ യാത്ര പോകുമ്പോൾ ആ യാത്രാ സംഘത്തിൻ്റെ അമീറായിരുന്നു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അവർ ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ആളുകളോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, വെള്ളം ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ ധിക്കാരം കാണിച്ചു. വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല, ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല, വളരെ വിഷമിച്ചു. അതിൻ്റെ ഇടയിൽ ആ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റു. അവർ പല നിലക്കുള്ള ചികിത്സകളും നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഈ ഒരു യാത്രാ സംഘത്തിനെ സമീപിച്ചു. ഹൽ മിൻകും റാഖിൻ, മന്ത്രിക്കാൻ കഴിയുന്നവർ വല്ലവരും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു കൊടുത്തു. മന്ത്രിച്ചു കൊടുത്തത് വെറുതെ അല്ല, ആദ്യമേ ഡിമാൻഡ് ചെയ്തു, ഞങ്ങൾ മന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സൽക്കരിച്ചിട്ടില്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് മന്ത്രിക്കുന്ന പ്രശ്നമില്ല. മന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായി കൂലി നിശ്ചയിച്ച് ഇടപാട് ഉറപ്പിക്കണം. അങ്ങനെ 30 ആടുകളെ ഇതിൻ്റെ കൂലിയായി നിശ്ചയിക്കുകയും അതിന് പകരം മന്ത്രിച്ചു കൊടുക്കുകയും സുഖപ്പെടുകയും ചെയ്തു. ഈ ആട്ടിൻ കൂട്ടവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അവർ വരികയും അത് തങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. മന്ത്രമാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സഈദ് അൽ ഖുദ്രിയോട് ചോദിച്ചു. ഈ കിട്ടിയ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങളെ കൂടെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും അതിൽ നിന്ന് വല്ലതും നൽകുക. അപ്പോൾ ഖുർആന്റെ സൂറത്ത് കൊണ്ട് മന്ത്രിച്ചതിന് പകരമായി കൂലി വാങ്ങാം, ഡിമാൻഡ് ചെയ്യാം. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരമായി കൂലി വാങ്ങാം, അത് ഡിമാൻഡ് ചെയ്യാം. ഇതൊന്നും ഈ ആയത്തിൽ പറഞ്ഞ വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീലൻ എന്ന് പറഞ്ഞതിൻ്റെ എതിരല്ല. അല്ലാഹു തആല ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ അഹ്കാമുകൾ, നിയമങ്ങൾ, ആയാത്തുകൾ അത് മറച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് പേടിച്ചതിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നതിനെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നത്. പിന്നെ തുടർന്നങ്ങോട്ട് അല്ലാഹു പറയുന്നു, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ
ബദക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, സത്യം പറഞ്ഞുകൊണ്ട് ഹഖ് നിങ്ങൾ മറച്ചു വെക്കുക, സത്യവും അസത്യവും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കലർത്തുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. തുടർന്ന് അങ്ങോട്ട് അവരോട് അല്ലാഹു തആല നൽകുന്ന ഉപദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് ഇതിന്റെ ശേഷമുള്ള ആയത്തുകളിൽ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്തി വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഇതൊക്കെ ഇവരോട് ചെയ്യുന്നതാണ്. ഇവരോട് അല്ലാഹു തആല ചെയ്യുന്ന ഉപദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ്. അവരുടെ ചരിത്രങ്ങൾ പിന്നീട് അല്ലാഹു ഓർമ്മിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. യാ ബനീ ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന നിഅമത്തുകൾ നിങ്ങൾ സ്മരിക്കുക, അതിന് നിങ്ങൾ നന്ദി ചെയ്യുക. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, വിശിഷ്യ അന്നുണ്ടായിരുന്ന സർവ്വ ജനങ്ങളെക്കാളും നിങ്ങളെ അള്ളാഹു ശ്രേഷ്ഠമാക്കി. ആ ഒരു ദൃഷ്ടാന്തമെങ്കിലും, ആ ഒരു അള്ളാഹുവിൻ്റെ നിഅമത്തെങ്കിലും നിങ്ങൾ ഓർക്കുക. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ഒരു നിലക്കും രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ലാത്ത ആ ഒരു ഖിയാമത്ത് നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക. രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലാത്ത ഖിയാമത്ത് നാൾ. അതിന് അല്ലാഹു പറഞ്ഞ ശൈലി ഇങ്ങനെയാണ്: ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. 4 കാര്യങ്ങളാണ് ഇവിടെ അല്ലാഹു പറഞ്ഞത്. ദുനിയാവിൽ എന്തെങ്കിലും ഇവിടെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പോലീസ് കേസിലോ മറ്റോ പെട്ടാൽ രക്ഷപ്പെടുവാൻ ആളുകൾ ഉപയോഗിക്കുന്നത് 4 വഴിയാണ്. ഒരു വഴി ഇദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾ ഏറ്റെടുക്കുക, ജാമ്യം നിൽക്കുക. ആ പരിപാടി അവിടെ നടക്കൂല എന്നാ പറഞ്ഞ ഒരാളും മറ്റൊരാളെ തൊട്ട് ഒന്നും ഐശ്വര്യമാക്കൂല, മറ്റൊരാൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല. പിന്നെ വേറൊരു വഴി അതാ ശുപാർശ ചെയ്യുക, മന്ത്രിയെ കൊണ്ടോ MLA-മാരെ കൊണ്ടൊക്കെ ശുപാർശ ചെയ്യിക്കുക, അത് നമ്മളാളാണ് വിട്ടാളി എന്ന് പറയിപ്പിക്കുക, അതും നടക്കൂല. ഇതാണ് അല്ലാഹു രണ്ടാമത് പറഞ്ഞത്, വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരാളിൽ നിന്നും കാഫിറുകളായ ആളുകളിൽ നിന്ന് ശഫാഅത്ത് സ്വീകരിക്കപ്പെടുകയും ചെയ്യൂല. നാം ഏതൊരു ബുദ്ധിമുട്ടിലാണോ പെട്ടത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ചോദിച്ച സംഖ്യ കൊടുക്കുക, കൈക്കൂലി കൊടുക്കുക, കോഴ കൊടുക്കുക, ആ പരിപാടി നടക്കൂല. അല്ലെങ്കിൽ പിന്നെ ഭീഷണിപ്പെടുത്തുക, ഏതെങ്കിലും ഉന്നതരെ പിടിച്ച് മന്ത്രിയെ പിടിച്ച് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും, എൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ 4 വഴിയല്ലേ ഉള്ളൂ. ഒന്നുകിൽ ഒരാൾ ഇവൻ്റെ കുറ്റം ഏറ്റെടുക്കണം, അതല്ലെങ്കിൽ ഇവന് വേണ്ടി ആരെങ്കിലും ശുപാർശ ചെയ്യണം, അതല്ലെങ്കിൽ ഇവൻ പണം കൊടുത്ത് മോചനദ്രവ്യം കൊടുത്ത് സ്വാധീനിച്ച് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട തുക കൊടുത്ത് രക്ഷപ്പെടണം, അതുമല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് ഇവനെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് രക്ഷപ്പെടണം. ഈ 4 മാർഗങ്ങളാണുള്ളത്. ഈ 4 മാർഗങ്ങളും ഈ ദുന്യാവിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. പരലോകത്ത് ഈ 4 നടക്കൂല. ആ ദിവസത്തെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരു നഫ്സും മറ്റൊരു നഫ്സിനെ തൊട്ട് ഒന്നിനെയും ഐശ്വര്യമാക്കൂല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ആ നഫ്സിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന്, ആ മനുഷ്യനിൽ നിന്ന് ശഫാഅത്ത് സ്വീകരിക്കപ്പെടുകയും ചെയ്യൂല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, അവരിൽ നിന്ന് തുക സ്വീകരിക്കപ്പെടില്ല, മോചനദ്രവ്യം സ്വീകരിക്കപ്പെടില്ല. വലാ ഹും യുൻസറൂൻ, അദാബിൽ നിന്ന് അവരെ തടയപ്പെടാനും സാധിക്കൂല. ഇങ്ങനെയുള്ള ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷം പിന്നീട് അല്ലാഹു തആല ബനി ഇസ്രായേൽക്കാർക്ക് കൊടുത്ത ഓരോ നിഅമത്തുകളും എണ്ണിപ്പറയുകയാണ്. പ്രധാനപ്പെട്ട 10 നിഅമത്തുകൾ ഈ സൂറത്തിൽ അല്ലാഹു തആല എണ്ണിപ്പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹു തആല അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടുകൂടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.